നായക്ക് തീരെ കിബിറില്ല, ഔലിയാക്കൾക്കും കിബിറില്ല അല്ലേ? ഔലിയാക്കൾക്ക് തീരെ കിബിറില്ല. അതുകൊണ്ടല്ലേ നല്ല കിടക്ക വിരിച്ചു കൊടുക്കുങ്ങള്. ഔലിയാക്കൾ അവിടെ കിടക്കും. കുറച്ചു നേരം കഴിഞ്ഞാൽ ഒരു വേണേൽ ചിലപ്പോൾ അതാ ഏതെങ്കിലും ഒരു തിണ്ണേമലും പോയി കിടക്കും. കാരണം അവർക്ക് ഇങ്ങനെ കിടക്കേ തന്നെയാണോ അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല, എവിടെയും കിടക്കും. നായകളും അങ്ങനെ തന്നെ, നിങ്ങൾ കിടക്ക വിരിച്ചു വെച്ചാൽ കിടക്കേ കിടക്കും. കുറച്ചു നേരം കഴിഞ്ഞാൽ വെണ്ണീറിലും പോയി കിടക്കും. ഔലിയാക്കളെ സ്വഭാവം നായക്കുമുണ്ട്. മഹാന്മാര് പറഞ്ഞു ഔലിയാക്കളെ ചില സ്വഭാവങ്ങൾ നായക്കുണ്ട്. പക്ഷെ നായക്കൊരു തകരാറുണ്ട് കേട്ടോ. അത് ഔലിയാക്കൾക്ക് ഇല്ലാത്തൊരു തകരാറാണ്. ഔലിയാക്കൾക്ക് അങ്ങനെ തകരാറില്ല. അതെന്താ? സുബഹിക്ക് കിടന്നാളിയും നായകൾ സുബഹിന്റെ സമയത്ത് കിടന്ന് ഉറങ്ങിക്കളിയും. അതുകൊണ്ട് നായകളുടെ സ്വഭാവം നമുക്ക് അക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ സ്വഭാവം അങ്ങോട്ട് നായ പകർത്തിക്കോട്ടെ, നമ്മൾ ഒരിക്കലും നായന്റെ സ്വഭാവം ഇങ്ങോട്ട് പകർത്തേണ്ടവരല്ല. സുബഹി ഖളാകാതെ തന്നെ കൃത്യമായി നിസ്കരിക്കണം. സുബഹിക്ക് ഉറങ്ങുന്നതുകൊണ്ട് നായക്ക് ബറക്കത്തില്ല. ആടുകൾ അങ്ങനെയല്ല. ആടുകൾ സുബഹിക്ക് എഴുന്നേൽക്കും. ആട്ടിന് വലിയ ബറക്കത്താണ്. ഒരു ദിവസം എത്ര ലക്ഷക്കണക്കിന് ആടുകളെയാണ് ലോകത്ത് അറുത്തുപോകുന്നത്. പക്ഷേ ആട്ടിന്റെ എണ്ണത്തിനൊരു കുറവുമില്ല. ആട് പ്രസവിച്ചാൽ 1-2 കുട്ടിയേ ഉണ്ടാവുള്ളൂ. നായകൾ പ്രസവിച്ചാലോ ഒറ്റ പ്രസവത്തിൽ ചുരുങ്ങിയത് 1/2 ഡസൻ ഉണ്ടാകും. പക്ഷേ എവിടെയും അറക്കുന്നുമില്ല. എന്നിട്ടും നായ എവിടെയും കാണാനുമില്ല. വളരെ കുറച്ചേ നായകളുള്ളൂ. എന്തേ? കാരണം അതിന് ബറക്കത്തില്ല. മൻ സല്ലാ സലാത്ത സുബ്ഹി, വല്ലവനും സുബ്ഹി നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ്, അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സുബ്ഹി ഖളാകാതെ നിസ്കരിക്കുന്നവനെ നിങ്ങൾ ആക്രമിക്കരുതേ, നിങ്ങളതാ അവനെ അതിക്രമിക്കരുതേ, അവനെ ഗീബത്ത് പറയരുതേ, അവനെ കുറ്റം പറയരുതേ, നിന്ദിക്കരുതേ. ആരെയും ഗീബത്ത് പറയരുത്, ആരെയും നിന്ദിക്കരുത്, ആരെയും കളിയാക്കരുത്, ആരെയും ആക്രമിക്കരുത്. പക്ഷേ സുബ്ഹി ഖളാക്കാതെ കൃത്യമായി നിസ്കരിക്കുന്നവനെയാണ് നിങ്ങൾ പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതുമെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷനിലുള്ള മനുഷ്യനെയാണ് നിങ്ങൾ അതിക്രമിക്കുന്നത്. അല്ലാഹ് നിങ്ങളെ വെറുതെ വിടൂല. അല്ലാഹ് സംരക്ഷണം കൊടുത്തവനെ ആക്രമിക്കാൻ വന്നാൽ അല്ലാഹ് നിങ്ങളെ വെറുതെ വിടൂല. ഓ സുഹൃത്തുക്കളെ, സുബ്ഹി കൃത്യമായി നിസ്കരിക്കുന്നവന് വലിയ സ്ഥാനമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ മഹാന്മാരെ സ്വഭാവം ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ, ശരിയായ മുസ്ലിമാണോ അവൻ ധർമ്മം ചെയ്യണം. ഖാലൂ ഫഇല്ലം യജിദ്, സഹാബത്ത് ചോദിച്ചു ധർമ്മം ചെയ്യാൻ ഒന്നും കയ്യിലില്ലെങ്കിലോ? അവിടുന്ന് പറഞ്ഞു, ഫൽയഅമൽ ബിയദിഹി ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖ്, അവൻ ജോലിയെടുത്ത് പണമുണ്ടാക്കിയിട്ട് അവന്റെ സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കുകയും ധർമ്മം ചെയ്യുകയും വേണം. ഒരാളെ ചോദിച്ചു, നബിയെ അതിന് സാധിക്കൂലെങ്കിലോ, അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ലെങ്കിലോ? അവിടുന്ന് പറഞ്ഞു, ഫയുഈനുൽ ഹാജത്തുൽ മൽഹൂഫ്, കണ്ണിന് കാഴ്ചയില്ലാത്തവന്റെ കൈ പിടിച്ചു കൊടുക്കണം, ആരോഗ്യമില്ലാത്തവനെ സഹായിക്കണം. അങ്ങനെ എന്ത് സഹായങ്ങളാണോ ചെയ്യാൻ കഴിയുക, അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്തി സാധുക്കളെ സഹായിക്കണം. അതും സാധിക്കുന്നില്ലെങ്കിലോ ഫയഅ്മുറു ബിൽ ഖൈർ, നല്ല കാര്യം കൽപ്പിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിലോ അവിടുന്ന് പറഞ്ഞു, ഫയുംസികു അനി ശർരി ഫഇന്നഹു ലഹു സദഖ, അവൻ നാശമുണ്ടാക്കാതിരിക്കണം, ശർറ് വലിച്ചിടാതിരിക്കണം, അതൊരു സദഖയാണ്. നല്ലത് ചെയ്യാൻ കഴിയില്ലെങ്കിലും നാശം ചെയ്യാതിരിക്കണം, നാശം ചെയ്യാതിരിക്കണം, ശർറ് വലിച്ചിടാതിരിക്കണം, അതൊരു സദഖയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന രാജാവാണ്. ആ രാജാവിന്റെ അടുക്കൽ രക്ഷപ്പെട്ട് കിട്ടണം. ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ഫലമാണ്. ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്കോ അതിന് യാതൊരു ഫലവുമില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഇഖ്ലാസോടെ അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ റഹ്മാനെ. അവിടെ ഇരുന്നോളി.
നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ആഖിറത്തിലെത്തുന്ന സമയത്ത് പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ 3 ആളുകളെ ഹാജരാക്കപ്പെടുകയാണ്. ഒന്ന് നന്നായി ധർമ്മം ചെയ്ത ഒരു വ്യക്തിയാണ്, മറ്റൊന്നൊരു നല്ല പണ്ഡിതനാണ്, വേറെ ഒന്നാരാണ് അള്ളാന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് അതാ ശരീരത്തിൽ മുറിവേറ്റ് മരിച്ചവനാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ 3 ആളെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു തആല ചോദിക്കുന്നു, എടോ നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, നീ എന്തു ചെയ്തു? പടച്ചവനെ, നിന്റെ ദീനിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഇസ്ലാമിന്റെ എതിരാളികൾ യുദ്ധത്തിന് വന്നപ്പോ അവരെ നേരിട്ടില്ലേ, എന്നിട്ടതാ ഞാൻ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഏറ്റുവാങ്ങി രക്തത്തോടെ മരിച്ചില്ലേ? അള്ളാഹു പറയുന്നടാ കദ്ബത്ത, നീ കള്ളം പറഞ്ഞവനാണ്, നീ എന്റെ പൊരുത്തത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല, നീ യുദ്ധം ചെയ്ത് ജനങ്ങൾക്കിടയിൽ നീ വലിയ ധീരനാണ്, വലിയ പ്രവർത്തകനാണെന്ന് പറയാനാണ് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി ഹാജരാക്കിയിട്ടുള്ളത് അതാ ധർമ്മം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിനക്ക് ഞാൻ സമ്പത്ത് തന്നില്ലേ, നീ എന്തു ചെയ്തു? പടച്ചറബേ, ഞാൻ കൊടുത്തില്ലേ, ഉറൂസിന് കൊടുത്തില്ലേ, പള്ളിക്ക് കൊടുത്തില്ലേ, മദ്രസക്ക് കൊടുത്തില്ലേ, സിറാജുലുദക്ക് കൊടുത്തില്ലേ, അങ്ങനെ പല സ്ഥാപനങ്ങൾക്കും കൊടുത്തില്ലേ? അല്ലാഹു തആല ഇഖ്ലാസ് ഇല്ലാതെ കൊടുത്തവനാണെങ്കിൽ, ഇഖ്ലാസ് ഇല്ലാതെ പണിയെടുത്തവനാണെങ്കിൽ അല്ലാഹു പറയുന്നു, നീ കള്ളം പറഞ്ഞവനാണോ, നീ കൊടുത്തത് ജനങ്ങൾക്കിടയിൽ നീ വലിയ കൊടുതിക്കാരനാണെന്ന് പറയാനാണ്, ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാനാണ്. മലക്കുകളെ, ഇവനെ പിടിച്ച് നരകത്തിലേക്ക് എറിയൂ. അതുപോലെ അള്ളാന്റെ പൊരുത്തൽ ലക്ഷ്യം വെക്കാതെ ദീനിനു വേണ്ടി അധ്വാനിച്ചവൻ, ദീനിനു വേണ്ടിയല്ല സ്ഥാനമാനത്തിനു വേണ്ടി അധ്വാനിച്ചവൻ, അവനെയും നരകത്തിലേക്ക് എറിയാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. മൂന്നാമതായി ഹാജരാക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെയാണ്. നിനക്ക് ഞാൻ ഇൽമു തന്നിട്ടില്ലേ, നീ എന്തു ചെയ്തു? പടച്ച റബ്ബേ, ഞാൻ വയല് പറഞ്ഞിട്ടില്ലേ, ഞാൻ ദർസ് നടത്തിയിട്ടില്ലേ, ക്ലാസ് എടുത്തിട്ടില്ലേ, ഞാൻ ഖുതുബ ഓതിയിട്ടില്ലേ, ഞാൻ പലതും ചെയ്തിട്ടില്ലേ? അള്ളാഹു പറയുന്നു, കള്ളം പറഞ്ഞടോ നീ വയല് പറഞ്ഞിട്ടുണ്ട്, നീ ക്ലാസ് എടുത്തിട്ടുണ്ട്, നീ ഖുതുബ ഓതിയിട്ടുണ്ട്, നീ ജുമുഅ സ്ഥാപിച്ചിട്ടുണ്ട്, നീ ജുമുഅക്ക് പോയിട്ടുണ്ട്, നീ പലതിനും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നീ അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെയ്തതല്ല, നീ പേരെടുക്കാൻ വേണ്ടിയാണ്, നേതാവാകാൻ വേണ്ടിയാണ്, ജനങ്ങൾക്കിടയിൽ പ്രശസ്തി കിട്ടാനാണ്. ജനങ്ങൾക്കിടയിൽ പേര് കിട്ടി ഞാനൊരു വലിയ ആലിമാണ്, ഞാനൊരു വലിയ പ്രശസ്തനാണ് എന്ന് ജനങ്ങളിടയിൽ വരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കാര്യലാഭം കിട്ടാനാണ്, സ്ഥാനമാനം കിട്ടാനാണ്, പണം കൊയ്തെടുക്കാനാണ്. അങ്ങനെ നീ ജനങ്ങൾക്കിടയിൽ ഞാനൊരു വലിയവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നീ കുറെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, വാത് പറഞ്ഞിട്ടുണ്ട്, നീ കുറെ പ്രവർത്തനം ചെയ്തു. പക്ഷേ എന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല. നിന്റെ ഖൽബിലുള്ളത് അറിയാവുന്ന റബ്ബ്, ഖൽബിലുള്ളത് നന്നായി അറിയാവുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദ്ബത്ത, നീ കള്ളം പറഞ്ഞ പണ്ഡിതനാണ്, നീ എന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചതല്ല, നീ ജനങ്ങൾക്കിടയിൽ വലിയ ആലിമാണ്, മഹാനാണെന്ന് പറയാൻ വേണ്ടി ചെയ്തതാണ്. അതൊക്കെ ദുനിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്റെ അടുക്കൽ നിനക്കൊന്നുമില്ല, എന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചിട്ടില്ല. മലക്കുകളെ, ആ പണ്ഡിതനെ പിടിച്ചു വലിച്ച് നരകത്തിലേക്കെറിയൂ. അല്ലാഹു അങ്ങനെ കൽപ്പിക്കുന്നൊരു സമയമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, റബ്ബിനോട് കാവല് ചോദിക്കണം. നമ്മുടെ ഖൽബുകൾ നന്നാകാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കണം. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന്, തടിഹവയുടെ ശർറിൽ നിന്ന്, മറ്റുള്ള എല്ലാ ശർറിൽ നിന്നും നമുക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയണം. അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, ഇന്നീ ബുലിതു ബി അർബഇയർമീനലി ബിന്നബിലി ഖദ് നസബു അലൈയ സിറാകാ. 4 കണിവലകളുണ്ട്. ആ 4 കണിവലകളിൽ നിന്ന് രക്ഷപ്പെടണം. ഇബ്ലീസ് വദ്ദുനിയാ വനഫ്സി വൽ ഹവാ. ഒന്ന് ഇബ്ലീസിന്റെ കണിവലയാണ്, ഒന്ന് ദുനിയാവിന്റെ കണിവലയാണ്, ഒന്ന് സ്വന്തം ശരീരത്തിന്റെ കണിവലയാണ്, തടീച്ചയുടെ കണിവലയാണ്. ആ കണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം. മിന്നൈന
എങ്ങനെയാണ് ഈ കെണിവരിൽ നിന്ന് രക്ഷപ്പെടുക? അതാണ് ആഗ്രഹിക്കുന്നത്. അതിന് റബ്ബിന്റെ സഹായമുണ്ടെങ്കിലല്ലാതെ സാധ്യമല്ല. പടച്ച റബ്ബേ, ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് തരണം റഹ്മാനേ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം റഹ്മാനേ. യാ റബ്ബി സഈദിനി ബിഅഫ്വിൻ ഇന്നനി അസ്ബഹതു ലാ അർജു ലഹുന്ന സിവാക. അല്ലാഹുവേ, നിന്റെ വിട്ടുവീഴ്ച കൊണ്ട് എന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, എന്റെ മനസ്സിൽ അതാ ഞാൻ ചിന്തിച്ചോ ചിന്തിക്കാതെയോ നീ പൊരുത്തപ്പെടാത്ത വല്ല ചിന്തകളും വന്നുപോയോ, വല്ല വികാരത്തിനും അടിമപ്പെട്ടു പോയോ, വല്ലപ്പോഴും ഞാനതാ വഴിയിൽ നിന്ന് തെറ്റിപ്പോയോ, തെറ്റായ പ്രവർത്തനം വന്നുപോയോ, യാ റബ്ബി സഈദിനി ബിഅഫ്വിൻ ഇന്നനി, എനിക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് സഹായിക്കണേ അല്ലാഹ്. അസ്ബഹതു ലാ അർജു ലഹുന്ന സിവാക. തടീച്ചക്ക് വഴിപ്പെട്ടു പോകാതെ, ശരീരത്തിനടിമപ്പെട്ടു പോകാതെ, ദുനിയാവിന്റെ കാര്യലാഭം ചിന്തിക്കാതെ, ഇബ്ലീസിന്റെ കെണിമലയിൽ പെട്ടുപോകാതെ, എന്നെ പടച്ച് എനിക്ക് വെള്ളം തരുന്ന റബ്ബ്, എനിക്ക് ഓക്സിജൻ തരുന്ന റബ്ബ്, എനിക്ക് ആരോഗ്യം തരുന്ന റബ്ബ്, എനിക്കെല്ലാം തരുന്ന റബ്ബ്, ആ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ആ റബ്ബിന് ജീവിതം സമർപ്പിക്കണമെങ്കിൽ അതിനെന്റെ റബ്ബ് തന്നെ എന്റെ ഖൽബൊന്ന് നന്നാക്കി തരണം. എന്റെ റബ്ബ് തന്നെ എന്നെ സഹായിക്കണം. ആ റബ്ബിന്റെ സഹായം കിട്ടിയ മഹാന്മാർ അവർക്ക് വലിയ ദറജകൾ കിട്ടിപ്പോയി. ആ മഹാന്മാരെ ഖൽബ് അല്ലാഹു നന്നാക്കിയതുപോലെ നമ്മുടെ ഖൽബും അല്ലാഹു തആല നമുക്ക് നന്നാക്കി തരട്ടെ. പടച്ച റബ്ബേ, ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും ഞങ്ങൾക്ക് നീ ഇഖ്ലാസിനെ തരണം റഹ്മാനേ. പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യാൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഓ സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അവനെ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. ഈ ചിന്തയിൽ അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹുവിനെ അർപ്പിച്ച് ജീവിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ഒരു ഫാത്തിഹയും മഹാനായ താജുൽ ഉലമയുടെ പേരിൽ, നൂറുൽ ഉലമയുടെ പേരിൽ, അതേ മഹാനായ സയ്യിദ് അബ്ബാസ് മാലികി റഹ്മത്തുള്ളാഹി അലൈഹിം മഹാനവറുകളുടെ പേരിൽ, അതുപോലെ ഈ അടുത്ത് ചാലിയത്ത് മരണപ്പെട്ടു പോയ അബൂബക്കർ മുസ്ലിയാർ അവരുടെ പേരിൽ, നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇന്ന് കണ്ണൂരിൽ ചക്കരക്കല്ലിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടുപോയി. അല്ലാഹു എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകട്ടെ. നമ്മുടെ ഉമ്മബാപ്പമാര് പലരും വഫാത്തായി പോയി, നമ്മുടെ ഉസ്താദുമാര് പലരും വിട്ടുപിരിഞ്ഞു പോയി, നമ്മെ സ്നേഹിച്ച പലരും വിട്ടുപിരിഞ്ഞുപോയി. അല്ലാഹുവേ, എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഈ മഖ്ബറയിൽ കിടക്കുന്ന ധാരാളം മഹാന്മാരുണ്ട്. അതുപോലെ ഇതിന്റെ പരിസരങ്ങൾ കിടക്കുന്ന എത്രയോ മോമിനീങ്ങൾ മോമിനാത്തുകളുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാരുടെ പേരിലും ഒരു ഫാത്തിഹൂദി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അങ്ങകലെ മഖ്ബറിന്റെ സമീപത്ത് പോയിട്ട് ദുആർക്കണം എന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷെ ഞാൻ ഇന്നാൾ വന്നു, ഒരു ദിവസം ഇവിടെ സനദ് ദാനത്തിന് വന്നു. അപ്പൊ എനിക്കവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല, പെണ്ണുങ്ങളായിട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ വണ്ടിയിലിരുന്ന് സലാം ചൊല്ലി, വണ്ടിയിലിരുന്ന് ഫാത്തിഹ ഓതി ഇങ്ങോട്ട് പോന്നു. കാരണം പെണ്ണുങ്ങൾ ഇങ്ങനെ നിറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിക്കും ചെല്ലി. ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങൾ ഉണ്ടാവില്ലേ. പക്ഷേ ഇവിടെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ പിടിക്കാനുണ്ടാവും. വേറെ ആണും പെണ്ണും ഒന്നായിട്ട് പോകുന്നു. എന്നിട്ട് പിറ്റേന്ന് വേണമെങ്കിൽ ഉണ്ടാവും ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് കണ്ടോ പേരോടത്ര മുസ്ലിയാർ ഉറൂസിനും അതിന്റെ പെണ്ണുങ്ങൾ അവിടെ അങ്ങനെ പോകുന്നത്. അങ്ങനത്തെ ഫിത്നന്റെ കാലമാണ്. അതുകൊണ്ട് ഫിത്നന്റെ ഇത്തഖൂ മവാദിയത്തുഹം, തെറ്റിദ്ധാരണകളുടെ വഴികൾ അടച്ചു കളയണം. അതുപോലെ അൽ ഫിത്നത്തു നായിമത്തുൻ വൈലുൽ ലിമൻ ഐഖലഹാ, ഫിത്ന എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധന, അതിനെ ഉണർത്തുന്നവർക്കാണ് സർവനാശം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പം അങ്ങോട്ട് പോയാൽ കയറാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, പെണ്ണുങ്ങളാണെങ്കിൽ കയറാൻ കഴിയില്ല. അപ്പൊ പിന്നെ വണ്ടിയിൽ നിന്ന് സലാം ചൊല്ലിങ്ങ് പറഞ്ഞു. അതുകൊണ്ട് ഫാത്തി ഇവിടുന്ന് ഓതി എല്ലാവരും ദ്വായിൽ ഉൾപ്പെടും, എല്ലാവരും ഫാത്തി ഓതലാവുമല്ലോ. അതുകൊണ്ട് ഫാത്തിയും സുഹൃത്ത് ഇവിടുന്ന് ഓതിയതാ. അല്ലാഹുതആല താജുൽ ഉലമക്ക് അല്ലാഹുതആല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങള് താജുൽ ഉലമയുടെ മക്കള് നമ്മളെ കൂടെ തന്നെ സജീവമായി നേതൃത്വം നൽകാനുണ്ട്. അല്ലാഹുതആല തങ്ങളവർക്ക് എല്ലാ ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും അല്ലാഹുതആല ഏറ്റി കൊടുക്കട്ടെ. നമ്മുടെ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കൊക്കെ അല്ലാഹുതആല ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. ഈ മഖ്ബറയും കാര്യങ്ങളൊക്കെ നടത്തുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടിലുള്ള ജനങ്ങൾക്കും എല്ലാ മഹല്ലിലുള്ളവർക്കും അല്ലാഹുതആല എല്ലാ ഖൈറും ബർക്കത്തും ഏറ്റി തരുമാറാകട്ടെ. ഞാനിവിടെ വന്നപ്പോൾ കുറേ ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്ന് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. നേർച്ചക്ക് ഫലം കിട്ടിയിട്ട് തന്നവർ കുറേ ഉണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി രാവിലെ സുബീന്റെ മുമ്പ് ദുബായിൽ നിന്ന് പുറപ്പെട്ടതാ. അങ്ങനെ സുബീൻസ്കച്ച് ഉടനെ ദുബായിൽ നിന്ന് പുറപ്പെട്ട് അബുദാബിയിൽ വന്ന് എയർപോർട്ടിൽ വന്ന് 8:45 പ്ലെയിനാണ്. പക്ഷേ പ്ലെയിനെല്ലാം കൂടി അവിടുന്ന് പറന്ന് പൊങ്ങുമണിയൊക്കെ ഏകദേശം 12 മണിയായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ എത്തേണ്ട സമയം വളരെ വൈകിപ്പോയി. അതും കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഒരു പ്രസംഗവും കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോ വന്നത്. അപ്പൊ എനിക്ക് നാട്ടിൽ നിന്ന് പോയിട്ട് കുറേ ദിവസമായി. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും ദ്വാരക്കണം. അല്ലാഹുതആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ നേതാക്കൾക്കും ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം. ഓടി നടക്കുകയാണ് ഈ പ്രായമുള്ള സമയത്ത്. അല്ലാഹുതആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ ആലിമീങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുതആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയും ദ്വാരക്കണം. സിറാജുൽ ഹുദക്ക് നേർച്ച ചെയ്തിട്ട് വലിയ വലിയ ഫലം കിട്ടി. അടുത്ത് 3-4 ദിവസം മുമ്പ് ഞാനോട് ഇരിക്കുമ്പോണ്ട് ഒരാൾ വരും, ഒരു കുട്ടീനെയും കൊണ്ട്. അപ്പൊ ആ കുട്ടി വയറ്റിൽ ഉള്ള സമയത്ത് ഡോക്ടർമാർ എടുത്തു കളയണമെന്ന് പറഞ്ഞതാ. അത് പ്രസവിച്ചാൽ കുഴപ്പമാണ്, പ്രസവിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് ചില ഡോക്ടർമാർ, അവർക്ക് വല്ലാത്ത വൈബറിയല. അവരങ്ങ് പറയില്ല കുഞ്ഞനങ്ങ് എടുത്താളണം. അതിൻ്റെ അന്നാണ് ഈ ചിക്കൻ പോക്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെ പൊട്ടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഗർഭത്തിലുള്ള കുട്ടീനെ എടുത്ത് കൊന്നാളണം എന്ന് ഡോക്ടർമാർ ഫത്ത് കൊടുത്തിരിക്കുന്നു. ഞാൻ തന്നെ അങ്ങനെ ആ ഫത്ത് ഒന്നും സ്വീകരിക്കേണ്ടില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് ദിക്റും കൊടുത്ത് നേർച്ചയാക്കി നല്ല 1-ാം ക്ലാസ്സിൽ ഒരു ആൺകുട്ടി എടുത്തുകൊണ്ടുവന്നു. അങ്ങനെ പിന്നെ അവർ കുറേ സംഭവം പറഞ്ഞു, നേർച്ചയ്ക്ക് ഫലം കിട്ടിയ കുറേ സംഭവം പറഞ്ഞു. അള്ളാഹു അല്ലേ കൊടുക്കുന്നത്, നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ? എനിക്ക് കൈക്കൊരു ചെറിയ വേദന ഓടിയിട്ട് കാലത്തിൽ ചെയ്താലും ഇതുവരെ മാറ്റാൻ എന്നെ കൊണ്ടായിട്ടില്ല. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല, ഒരു സംഗതിയും കഴിയില്ല. ആൾക്കാർ കൈപിടിക്കാൻ വരുമ്പോൾ കൈപിടിച്ചാലിയാ. കാരണം എന്തുകൊണ്ട്? വേദനയായിട്ട് നിർത്തിയില്ല, പിടിച്ചാൽ വേദനയാകാണ്. അപ്പോ നമുക്കൊന്നും കഴിയില്ല, നമ്മുടെ സ്വന്തം കാര്യം തന്നെ നോക്കാൻ കഴിയില്ല. ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു തആല മാത്രമേ കൊടുക്കുന്നവനും തടയുന്നവനും ഉള്ളൂ. അള്ളാഹു തആല നമ്മുടെ മജ്ലിസുകളൊക്കെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു ദുആക്ക് ഇജാബത്തുള്ള സ്ഥാപനങ്ങളാക്കട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഞാനിപ്പോ ഹജ്ജിന് പോയപ്പോൾ ഒരാൾ മാക്കൂൽപ്പിടിയുള്ള അലി ഹാജി ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചത്. അയാളെ മകള് എയർപിന്നിങ്ങനെ കടിച്ചു പിടിച്ച് സമയത്ത് എയർപിന്ന് വിഴുങ്ങിപ്പോയി, ചെറുകുടലിലെത്തിപ്പോയി. ഡോക്ടർമാരൊക്കെ പ്രയാസം പറഞ്ഞു. സിറാജുലേക്ക് ഒരു സംഖ്യ നേർച്ചയാക്കി. ആ എയർപിൻ അങ്ങനെ തന്നെ കയറി വന്ന് വായിലൂടെ അങ്ങോട്ട് പുറത്തു പോയി. അപ്പൊ ഡോക്ടർമാർക്ക് തന്നെ വലിയ അത്ഭുതം. അപ്പൊ ചെല്ലുന്നിടത്തൊക്കെ നേർച്ചിട്ടു. അതിന് ചിലർക്ക് വല്ലാത്ത അസൂയ.
അവിടെ നമ്മുടെ സിറാജുൽ ഹുദ സ്ഥാപനങ്ങൾ അപകീർത്തിപ്പെടുത്താൻ എന്തുണ്ട് കള്ളത്തരം പറഞ്ഞുണ്ടാക്കാൻ എന്ന് നോക്കുന്ന ചില രോഗങ്ങളുണ്ട്. അല്ലാഹു തആല അവരെ രോഗവും മാറ്റി കൊടുക്കട്ടെ. അത് അസൂയ എന്ന് പറയുന്ന രോഗമാണ്. റിഫായി ശൈഖിനെ ചീത്ത പറഞ്ഞ രോഗം അത് അസൂയയുടെ രോഗമാണ്. അല്ലാഹു തആല അവരെ രോഗവും മാറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെ രോഗവും അല്ലാഹു തആല മാറ്റി തരട്ടെ. ശാരീരികമായ രോഗങ്ങളും മാനസികമായ രോഗങ്ങളും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. ഇവിടെ വന്നപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ, കുറേ ആൾ നേർച്ച തന്നിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം നീ ഫലം കൊടുക്കണം റഹ്മാനേ. തങ്ങളൊന്നും കയറുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ ഉറൂസും ഞങ്ങളെ എല്ലാ പരിപാടികളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ അമലുകളെല്ലാം ഇഖ്ലാസുള്ള അമലുകളാക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ളതാക്കണം റഹ്മാനെ. ഞങ്ങളെ ഖൽബിൽ നീ പൊരുത്തപ്പെടാത്ത വല്ല ചിന്തകളുമുണ്ടെങ്കിൽ നീ പറിച്ചെറിയണം റഹ്മാനെ. ഞങ്ങളെ ഖൽബുകൾ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബിൽ എന്തെല്ലാം ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം നീ നിറവേറ്റി തരണം റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിനോ മനസ്സിനോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും നൽകിയവർക്കോ ഈ ഉറൂസിന് വന്നവർക്കോ ഈ ഉറൂസിന്റെ പരിപാടിക്ക് സഹായങ്ങൾ നൽകിയവർക്കോ സംഭാവനകൾ ഏൽപ്പിച്ചവർക്കോ ഇവിടെ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർക്കോ കമ്മിറ്റി അംഗങ്ങൾക്കോ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഏത് മോമിനീകൾ മോമിനാത്തുകൾ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങൾ ഖൽബിലുണ്ടോ നീ നിറവേറ്റി തരണം റഹ്മാനെ. സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്ത് ഗനയുള്ള സദസ്സാണ്, ബറക്കത്തുള്ള സദസ്സാണ്. ഞങ്ങൾക്കത് താജുൽ ഉലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വടകര മുഹമ്മദ് ആജി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഖൽബിൽ ഞങ്ങൾ ഉദ്ദേശിച്ച സർവ്വ നല്ല കാര്യങ്ങളും നീ ഞങ്ങൾക്ക് സാധിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് എന്ത് ചെറുതോ വലുതോ ആയ രോഗങ്ങളുണ്ടോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർക്കോ ഞങ്ങളോട് വിഷമം പറഞ്ഞവർക്കോ എന്ത് രോഗങ്ങൾ ചെറുതോ വലുതോ ഉണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഏത് വിഷമമുണ്ടോ നീ അകറ്റിത്തരണം റഹ്മാനെ. ഏത് വിഷമമുണ്ടോ നീ അകറ്റിത്തരണം റഹ്മാനെ. ഏത് പ്രയാസമുണ്ടോ നീ നീക്കിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, കള്ളക്കേസിൽ കുടുങ്ങിയവരുണ്ട്, നീ സലാമത്താക്കണം റഹ്മാനെ. എല്ലാ കേസുകളിൽ നിന്നും സലാമത്താക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, വിദേശത്തുനിന്ന് വരുമ്പോ പാസ്പോർട്ട് കയ്യിൽ കിട്ടാതെ കുടുങ്ങിപ്പോയവരുണ്ട്. പടച്ച റബ്ബേ, ലൈസൻസ് കിട്ടേണ്ടവരുണ്ട്. പലരും പല പ്രശ്നങ്ങളും പറഞ്ഞവരുണ്ട്. നിനക്കറിയാം, ചില കേസുകളിൽ കുടുങ്ങിയവരുണ്ട്. അവരെ എല്ലാം നീ സലാമത്താക്കണേ റഹ്മാനെ. പെട്ടെന്ന് സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെയും നീ ഏറ്റെടുത്ത് സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ സർവ്വരംഗത്തും നീ ബറക്കത്ത് തരണേ റഹ്മാനെ. എവിടെയും നിന്റെ കാവൽ തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഹലാല് കൊണ്ട് മതിയാക്കണം റഹ്മാനെ. കടങ്ങൾ വീട്ടി തരണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. ഇണകളില്ലാത്ത ആൺകുട്ടികൾ പെൺകുട്ടികൾ നിനക്കറിയാമല്ലോ, പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട്. അവർക്ക് ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. ഹജ്ജും ഉംറയും കരുതിയവർ സിയാറത്തിനടക്കം പലതവണ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം തരണം റഹ്മാനെ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി കലിമത്തു തൗഹീദോടെ ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ സർവ്വ മക്കളെയും നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ മക്കളെയും സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുണ്ടാകുന്ന മക്കളാക്കളോ റഹ്മാനെ. അവരിലോ ഞങ്ങളിലോ എന്തപാകതകളോ അതപകേടുകളോ വന്നെങ്കിൽ നീ മാപ്പ് ചെയ്യണേ റഹ്മാനെ. നീ ഞങ്ങളെ സർവ്വ മക്കളെയും ഞങ്ങളെ കൂടെ പഠിക്കുന്ന കുട്ടികളെയും പഠിച്ച മക്കളെയും ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരെയും നീ നന്നാക്കി തരണേ റഹ്മാൻ. പരീക്ഷ എഴുതിയവരും എഴുതുന്നവരും ഉന്നത വിജയം നൽകണേ റഹ്മാൻ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാൻ.
റബ്ബേ, ആരെന്തെല്ലാം ചതി നടത്തുന്നവരുണ്ടോ, സിഹർ ചെയ്യുന്നവരുണ്ടോ, കണ്ണ് വെക്കുന്നവരുണ്ടോ, ഹസദ് വെക്കുന്നവരുണ്ടോ, ആരോപണം പറയുന്നവരുണ്ടോ, അവരെ എല്ലാം തടുക്കാൻ കഴിയുന്ന രാജാവാണ് നീ. നിന്നെ ഏൽപ്പിക്കുന്നു റഹ്മാനേ, നിന്റെ മലായികത്തിനെ കൊണ്ടും മഹാന്മാരെ കൊണ്ടും ഞങ്ങൾക്ക് കാവൽ തരണമോ റഹ്മാനേ. അവസാനം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടി കീഴിൽ ഞങ്ങളെ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിൽ ഓതിയത് നീ കബൂൽ ചെയ്യുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഏതെല്ലാം മഹാന്മാര് കഴിഞ്ഞുപോയോ, ഇവിടുത്തെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ട മഹാന്മാർ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ മുതൽക്ക് ഏതെല്ലാം മഹാന്മാർ ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, താജുൽ ഉലമ നൂറുൽ ഉലമ മുതൽക്ക് വടകര മുഹമ്മദ് ആജി തങ്ങൾ മുതൽക്ക് പുല്ലൂക്കര ഉസ്താദ് മുതൽക്ക് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എത്രയോ ഉസ്താദുമാര്, ആലിമീങ്ങൾ, നേതാക്കള്, പ്രവർത്തകന്മാർ, അപകടം മരിച്ചുപോയവർ, റബ്ബേ ഞങ്ങളെ സഹായിച്ച് സഹകരിച്ച പലരും മരിച്ചുപോയവർ, എല്ലാവരും ഖബറിലും നീ എത്തിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഒരു ചെറിയ വസിയത്ത്. ഞാൻ ഇന്നാളൊരു ദിവസം ഇവിടെ സിയാറത്തിന് വേണ്ടി വന്നു. അപ്പോൾ സിയാറത്ത് ചെയ്യുമ്പോൾ ഒരാളിങ്ങനെ മൊബൈലിൽ സിയാറത്ത് ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഡിലേറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞു. അയാൾ ഡിലേറ്റ് ചെയ്തു. അയാൾക്കത് അറിയാത്തതുകൊണ്ട് എടുത്തതാണ്. ഈ സിയാറത്ത് ചെയ്യുന്നതൊക്കെ അങ്ങനെ ചിത്രം ഫോട്ടോ പിടിക്കുന്നത് ഒരതുബ് കേടാണ്. അതുകൊണ്ട് പരമാവധി സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ആരും മൊബൈൽ കൊണ്ട് ഫോട്ടോ പിടിക്കുന്നത് ഗുണകരമല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഹജ്ജിന് പോയാൽ ചിലർ കഅബ തവാഫ് ചെയ്യുന്നതിൽ എടുക്ക് അത് ഫോട്ടോ എടുക്കുന്ന തിരക്കാ ഓരോരുത്തർക്ക്. കഅബത്തിന്റെ അടുത്ത് എങ്ങനെയുണ്ട്, അള്ളാഹിന്റെ അടുക്കൽ സലാമത്തായി, അള്ളാഹുവിന്റെ വീട്ടിന്റെ അടുക്കൽ എങ്ങനെയുണ്ട് കബൂൽ ചെയ്ത് കിട്ടാന്നുള്ളതിന് അത് ഫോട്ടോ എടുക്കേണ്ട തിരക്ക്, ഇങ്ങനെ തിരക്ക്. അങ്ങനെ എല്ലാം ഫോട്ടോ, അങ്ങനെ ഫോട്ടോ എടുക്കുന്നത്, ഈ മഖ്ബറിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ജാതി അതബ് കേടാണ്. അവർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളൊന്നുമില്ല. മഖ്ബറെ കിടക്കുന്ന ആൾ ഇഷ്ടപ്പെട്ടു. നമ്മളെ കോട്ടിക്കുളം അബ്ദുൽ അസീൽ ഖാദിരി എന്നൊരു വലിയ പണ്ഡിതനുണ്ടായി, പഠിത്ത് വഫാത്തായി. മൂപ്പരക്കാനും ഫോട്ടോ എടുക്കുന്ന ദേഷ്യം പിടിക്കും മൂപ്പർക്ക്. പഴയ കാലത്തുള്ള പല ആലിമിക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ അത്യാവശ്യത്തിന് ഫോട്ടോ എടുക്കുന്നത് നമ്മൾ തടയാറില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഈ മഖ്ബർ ഇങ്ങനെ സിയാറത്തിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന ഏർപ്പാട് ഈ മൊബൈലിൽ പിടിച്ചിട്ട് അത് പിന്നെ ഇങ്ങനെ വാട്സപ്പിലിട്ട് മറ്റേലിട്ട് ഇങ്ങനെ എത്തിക്കുന്ന ഏർപ്പാട് മുതഅല്ലിമീങ്ങളും മറ്റുള്ളവരൊക്കെ ഒഴിവാക്കി കളയണം എന്ന് പ്രത്യേകമായി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.